ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പാനിക് അറ്റാക്കാണ്, ഇങ്ങനെ ഭയം ഉണ്ടാവുന്നു, പരീക്ഷയ്ക്ക് വന്ന സമയം പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഭയം വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത്തരത്തിലൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞു ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി ഒന്നും വേണമെന്നില്ല, ഒരു ട്രോമയോ അങ്ങനെ ഹിസ്റ്ററി ഒന്നും വേണമെന്നില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ് തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നത് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടാണ് ഇതെല്ലാം നിന്ന് ഓവർകം ചെയ്യാനായിട്ട്, നിങ്ങൾ പറയുന്നത് പോലെ എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിനെ ഉടനെ കാണുന്നു. അപ്പോൾ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ് ആദ്യം കഴിക്കുന്നതിന് മുൻപ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച നമ്മളുടെ മറ്റ് ഷോട്ടുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എക്സസൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ, ബ്രീത്തിങ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുക. എന്നിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ടാബ്ലറ്റിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. അത് തന്നെ നേരെ പോയി സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു എക്സ്പെർട്ടൊന്നുമല്ല ഈ വിഷയത്തിൽ, എന്നാൽ പോലും ഞാൻ പറയുന്നത് നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ വിഷയങ്ങൾ കേൾക്കാനായിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേൾക്കാനായിട്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഈവൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് വളരെ വേഗം പുറത്തു വരാം. എന്നിട്ടും അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ട്രിഗർ ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ടാബ്ലറ്റുകളൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.